പാൻ ചൂടായി വരുമ്പോൾ അതിൽ 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ കുരുമുളക് പൊടി 1.5 ടേബിൾ സ്പൂണും പിന്നെ ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വറുത്തെടുക്കുക. എന്നിട്ട് നമ്മുടെ ചിക്കനിലോട്ട് ഇതങ്ങോട്ട് കൊട്ടി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ പുരട്ടി വെക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചെറുനാരങ്ങ നീരും കൂടി പിഴിഞ്ഞിട്ട് നല്ലപോലെ കുഴച്ചിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഒരു അര മണിക്കൂറോളമൊക്കെ മാറ്റി വെക്കുക കേട്ടോ. അതിന് ശേഷം പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിന് ശേഷം നമ്മൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് ആ എണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരു 4 വലിയ സവോള എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ അരിഞ്ഞിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മുടെ തക്കാളി കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളിയും കൂടി ചതച്ചിട്ടുള്ളതാണ്. അതും ഇട്ട് നല്ലപോലെ അങ്ങോട്ട് വഴറ്റിയെടുക്കുക. പിന്നെ നമ്മുടെ മസാല തേച്ച് പിടിപ്പിച്ച ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുക. മല്ലിയിലയും തൂക്കി കൊടുത്ത് നല്ലപോലെ ഇളക്കിയിട്ട് അടിച്ച് വേവിക്കുക. തീരെ വെള്ളം ചേർക്കരുത്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ തന്നെ ഇതിൽ അത്യാവശ്യം വെള്ളം വന്നിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മൾ അത് അടച്ച് വെക്കാതെ വേണം വേവിച്ചെടുക്കാനായിട്ട്. അങ്ങനെ അവസാനം ആകുമ്പോൾ നമ്മൾ വെന്ത് വന്ന ചിക്കനിലോട്ട് കുറച്ചുകൂടി തക്കാളി ബാക്കിയുള്ളതിന് അരിഞ്ഞതൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് മല്ലിയിലയൊക്കെ തൂകി അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ച് മാറ്റിയെടുക്കുക. അപ്പോൾ ഇത് അടിപൊളി ചിക്കനാണ് റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ.